ഈ സ്നേഹസംഗമത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, നഗരസഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്നേഹ വിരുന്നുദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ കൊല്ലം നഗരത്തിൻ്റെ ഐശ്വര്യമായ, കൊല്ലം നഗര ഏറെ ബഹുമാനിക്കുന്ന പ്രിയങ്കനായ ബഹുമാനായ ബിഷപ്പ് റവറൻഡ് പോൾ ആന്റണി മുല്ലശ്ശേരിൽ അവറുകളാണ്. അദ്ദേഹത്തെ നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈദ് സന്ദേശം നിങ്ങൾ കണ്ടതാണ്. ലക്ഷക്കണക്കിനു പേർ പൊങ്കാലയിടുന്ന കേരളത്തിൻ്റെ മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആ ആറ്റുകാൽ പൊങ്കാല ദിവസം തലേന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പാളയം പള്ളിയുടെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അവർക്കെല്ലാ പിന്തുണയും നൽകി എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറായി ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ മതേതര സങ്കല്പത്തിന്റെ പ്രതീകമായ, ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ ഐശ്വര്യമായ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയെ ഞാൻ ഈ വിരുന്നിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയകാവ് ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ മോഹൻ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് ഡോക്ടർ ജോസ് ജോർജ് ബിഷപ്പിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവിയെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൊല്ലം DCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് G രാജേന്ദ്ര പ്രസാദ് അവറുകളെ ഞാൻ ഈ സ്നേഹവിരുന്നിലേക്ക് നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. RSPയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് KS വേണുഗോപാലിനെ നഗരസഭയ്ക്ക് വേണ്ടി ഈ സ്നേഹവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ അഷറഫ് മൗലവിയെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ വാഹിദ് നദ്വിയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രിയങ്കരനായ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ദേവരാജൻ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻ ശങ്കർ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ CB രാജേന്ദ്രൻ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സൂരജ് രവിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ കൗൺസിലർ പ്രതിപക്ഷ നേതാവ് ശ്രീ C ബാബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, നഗരസഭയുടെ സെക്രട്ടറി, പ്രിയമുള്ളവർ ഏവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും ഈ സ്നേഹവിരുന്നിലേക്ക്, ഇത് നമ്മുടെ ഈ അടയാളമാണ് നഗരസഭയുടെ മുദ്രാവാക്യം. വിദ്വേഷത്തിന്റെ നാളുകളിൽ സ്നേഹത്തിന്റെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ ബേബിസൺ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നഗരസഭയുടെ പ്രിയങ്കരനായ സെക്രട്ടറി സാജുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലെയും ബഹുമാന്യരെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ തന്നെ വളരെ താമസിച്ചാണ് ഈ സംഗമത്തിൻ്റെ സമ്മേളനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ധാരാളം വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് 6:35 മുമ്പ് അത് അവസാനിപ്പിക്കുകയും വേണം. കാലഘട്ടത്തിനനുസരിച്ച് കാലോചിതമായിട്ടുള്ള ഒരാവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസക്കാലമായി നമുക്ക് എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയിൽ നീങ്ങണം എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും ഈ ഒരു മാസത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരെയും അന്യോന്യം ബഹുമാനിക്കുകയും